സ്നേഹമുള്ളവരെ, അതിഥികൾ പല രീതിയിലുള്ളവരാണ്. എല്ലാവരും തന്നെ നമുക്ക് സന്തോഷം നൽകുന്നവരാണ്. ചിലരൊക്കെ എന്തെങ്കിലുമൊക്കെ സമ്മാനവും കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിഥികളെ സ്വീകരിക്കുക, അതിഥികളായിരിക്കുക എന്നതൊക്കെ സന്തോഷം നൽകുന്ന ഒന്നാണ്. എന്നാൽ വല്ലപ്പോഴുമൊക്കെ ചിലരെ നമ്മൾ അത്ര സന്തോഷത്തോടെ അല്ല സ്വീകരിക്കുന്നത്. ആതിഥ്യം നൽകുക എന്നുള്ളതും ഇതുപോലെ പ്രാധാന്യമുള്ള ഒന്നാണ്. സുഹൃത്തുക്കളോടൊപ്പം ആയിരിക്കുക, അവരോടൊപ്പം സമയം പങ്കുവയ്ക്കുക, അത് ഈ സന്തോഷത്തോടൊപ്പം അല്പം ഉത്തരവാദിത്വമുള്ള ഒരു കാര്യമാണ്. എനിക്ക് സന്ദർശകരുണ്ടാകുമ്പോൾ പലപ്പോഴും ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ, എന്താണ് ഞാൻ അവർക്ക് കുടിക്കുവാനും ഭക്ഷിക്കുവാനും നൽകേണ്ടത്? അവർക്കെന്തെങ്കിലുമൊക്കെ അലർജിയോ അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ? എന്തൊക്കെയാണ് ഞാൻ കരുതേണ്ടത്? കാരണം എന്നോടൊപ്പമായിരിക്കുന്ന ആ സമയത്ത് അവർ സുഖമായിട്ട് സന്തോഷമായിട്ട് ആരോഗ്യത്തോടുകൂടി ഇരിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ സംസ്കാരങ്ങളിലും ഇങ്ങനെ അതിഥികളെ സ്വീകരിക്കുന്ന, ആതിഥ്യം നൽകുന്നതിനെ പറ്റിയൊക്കെയുള്ള ഒത്തിരി സുന്ദരമായിട്ടുള്ള കാഴ്ചപ്പാടുകളും പാരമ്പര്യങ്ങളുമൊക്കെയുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മൾ ചെറുപ്പം മുതൽ കേട്ടു വളർന്ന ഒരു പാട്ടുണ്ടല്ലോ, കദളിവാഴ കയ്യിലിരുന്ന് കാക്ക ഇന്ന് വിരുന്ന് വിളിച്ചു. തനിക്ക് വരാൻ പോകുന്ന ഒരു അതിഥിയെ പറ്റിയുള്ള ഒരു ചിന്ത. ആ ചിന്തയിൽ ആ സ്ത്രീ എന്തൊക്കെയാണ് കരുതേണ്ടതെന്ന്, എങ്ങനെയൊക്കെയാണ് അതിഥിയെ സ്വീകരിക്കേണ്ടതെന്ന് പാടുകയാണ്. മാരനാണെങ്കിൽ ഇങ്ങനെ, വയസ്സനാണെങ്കിൽ മറ്റൊരു രീതിയിൽ. ഇതുപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിലും അതിഥികളെപ്പറ്റി, ആതിഥ്യം നൽകുന്നതിനെ പറ്റിയുള്ള കഥകൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ കേൾക്കുന്ന ആദ്യ വായന അബ്രഹാവും സാറയും. അവർ വഴിയെ പോകുന്ന ആ അപരിചിതരായിട്ടുള്ള മനുഷ്യരെ സ്വീകരിക്കുക. മരുഭൂമി പോലെയുള്ള ആ വിശാലമായ ഒരു ദേശത്ത് ഒറ്റയ്ക്ക് നാടോടികളായിട്ട് സുഹൃത്തുക്കളില്ലാതെ അലഞ്ഞ് തിരിഞ്ഞ് ജീവിച്ച മനുഷ്യർ, അവർക്കറിയാം സൗഹൃദത്തിൻ്റെ അല്ലെങ്കിൽ ആതിഥ്യത്തിൻ്റെ, അതിഥികളുടെ ഒക്കെ വില. അതുകൊണ്ടാണ് അവർക്ക് നല്ലത് നൽകുവാനായിട്ട്, അവരോടൊപ്പം ആയിരിക്കുവാനായിട്ട് അബ്രഹാവും സാറയും പരിശ്രമിക്കുന്നത്. അത് അവരുടെ ജീവിതത്തിന് പുതിയ ഒരു മാനം നൽകുകയാണ്. അപരിചിതരെ വളരെ സംശയത്തോടുകൂടി കാണുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ അബ്രഹാമിൻ്റെയും സാറായുടെയും രീതി ഇന്ന് നമുക്ക് അപരിചിതമായിരിക്കാം, അല്ലെങ്കിൽ ആശ്ചര്യം ഉളവാക്കുന്നതായിരിക്കാം. ഇന്ന് കേട്ട രണ്ടാമത്തെ കഥ, സുവിശേഷത്തിൽ യേശു മർത്തായെയും മറിയയും സന്ദർശിക്കുന്ന കഥ, അത് ഇതിൻ്റെ മറ്റൊരു തലമാണ് കാണിച്ചു തരുന്നത്. മർത്തായും മറിയയും ഒരു വീട്ടിൽ സഹോദരങ്ങളായിട്ട് ജീവിക്കുന്നവരാണ്. പക്ഷേ അവരുടെ ഇടയിൽ ചില കാര്യങ്ങളിൽ അഭിപ്രായ സമന്വയമില്ല. അവർ തമ്മിലുള്ള ആ വിനിമയം അത്ര സുന്ദരവുമല്ല. ഇതിനിടയിൽ അതിഥിയായിട്ട് വരുന്ന യേശു അവരുടെ ജീവിതത്തെ, അവരുടെ ചിന്തകളെ സുഖപ്പെടുത്തുകയാണ്, അവരുടെ തെറ്റിദ്ധാരണകളെ മാറ്റുകയാണ്. അതെ സ്നേഹമുള്ളവരെ, ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കുവാൻ, നമ്മുടെ നിലപാടുകളെ പരിശോധിക്കുവാനായിട്ടുള്ള ഒരു അവസരം കൂടിയാണ് അതിഥികളുമായിട്ടുള്ള സമ്പർക്കം. എല്ലാ മനുഷ്യർക്കും സൗഹൃദം ആവശ്യമാണ്, ബന്ധങ്ങൾ ആവശ്യമാണ്, ഭക്ഷണവും അതുപോലെ തന്നെ തലചായ്ക്കാനൊരിടവും ആവശ്യമാണ്. അബ്രഹാം നമ്മെ പഠിപ്പിക്കുന്നത് ഈ ഒരു സാമൂഹിക മാനുഷിക മാനത്തെയാണ്. മനുഷ്യർ, ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തെ സുന്ദരമാക്കാം. നമ്മുടെ ചിന്തകളിലെ, പ്രവർത്തികളിലെ തെറ്റുകൾ തിരുത്തുവാനായിട്ട് അവർക്ക് സാധിക്കും. അതാണ് യേശു ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. മനുഷ്യർ നമ്മുടെ സാന്നിധ്യത്തിൽ സന്തോഷിക്കുന്നുണ്ടോ? സൗഖ്യം നേടുന്നുണ്ടോ? പരസ്പരം മനസ്സിലാക്കുന്നുണ്ടോ? അതോ മനുഷ്യരെ നമ്മൾ ഒരു ഭാരമായിട്ട്, ഒരു ബുദ്ധിമുട്ടായിട്ടാണ് നമ്മൾ കാണുന്നത്? ഞാൻ വിശക്കുന്നവനായിരുന്നു, നഗ്നനായിരുന്നു, ഭവനമില്ലാത്തവനായിരുന്നു. യേശുവിൻ്റെ അന്ത്യവിധി സമയത്തെ ഈ ചോദ്യത്തിന് മുമ്പിൽ
എന്തായിരിക്കും നമ്മുടെ പ്രതികരണങ്ങൾ? സ്നേഹമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥം കാണിച്ചു തരുന്ന ഈ വഴിയിലൂടെ മറ്റ് മനുഷ്യരുമായിട്ട് സന്തോഷത്തോടുകൂടി നമ്മുടെ ജീവിതം പങ്കുവയ്ക്കുവാൻ, സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ബന്ധങ്ങളെ, സൗഹൃദങ്ങളെ ശക്തിപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് നമ്മുടെ ചില രീതികൾ, ചില പെരുമാറ്റങ്ങൾ മാറ്റേണ്ടതുണ്ടെങ്കിൽ നമുക്ക് അതിനും ശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.